ഒരേ അച്ചിൽ വാർത്തുണ്ടാക്കിയ, ഒരുപോലെ ഇരിക്കുന്ന ഒരേ ഡിസൈനുള്ള നിരവധി കാറുകളുണ്ട്. എന്നാൽ ദൈവം നിങ്ങളെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു തനി ആവർത്തനമില്ല. ഇതെത്ര അത്ഭുതമായിരിക്കുന്നു അല്ലേ? സങ്കീർത്തനം 139:14 വാക്യത്തിൽ ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന വാക്യം, ഞാൻ ജനിക്കും മുമ്പ് കർത്താവിൻ്റെ ഹൃദയത്തിൽ എൻ്റെ മുഖം മറഞ്ഞിരുന്നില്ല എന്നത് ഓരോ പ്രാവശ്യവും നന്ദിയോടും അതിശയത്തോടുമാണ് അത് വായിക്കുന്നത്. നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നിന്നെപ്പറ്റി ഓർക്കുന്ന ദൈവം ഇപ്പോഴും എല്ലായ്പ്പോഴും നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, മറക്കുകയുമില്ല. നിന്റെ എല്ലാ പദ്ധതികളും അവനറിയാം. നിന്റെ വേദനകളും വിചാരങ്ങളും അവൻ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. നിങ്ങളൊരു പ്രധാനപ്പെട്ട വ്യക്തിയല്ല. നിങ്ങൾക്കൊരു വിലയുമില്ല. നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യങ്ങളൊന്നുമില്ല. നിങ്ങൾ നിസ്സാരനാണ് എന്നൊക്കെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വിലയില്ലാത്തതായി യാതൊന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ചിലർ നിങ്ങളെ ഒന്നിനും കൊള്ളരുതാത്തവരായി, വെറുക്കപ്പെട്ടവരായി മുദ്രകുത്തുമ്പോൾ നിരാശപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് കർത്താവിന് നിങ്ങളോട് പറയാനുള്ളത് ശ്രദ്ധിക്കുക. ഇത് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു കത്തായി കരുതുക. ഞാൻ നിന്റെ എല്ലാ വഴികളെക്കുറിച്ചും തികച്ചും സുപരിചിതനാണ്. നിന്റെ തലയിലെ മുടികൾ എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. എൻ്റെ സാദൃശ്യത്തിലാണല്ലോ നീ സൃഷ്ടിക്കപ്പെട്ടത്. എൻ്റെ സന്താനമായി നീ ജീവിക്കുന്നതും ചരിക്കുന്നതും നിലനിൽക്കുന്നതും എന്നിൽ തന്നെയാണ്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകും മുമ്പ് ഞാൻ നിന്നെ കാണുകയും സൃഷ്ടിക്കപ്പെട്ടതിന് പദ്ധതിയിടുമ്പോൾ ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തതാണ്. നിന്റെ ജനനം ഒരിക്കലും ഒരു യാദൃച്ഛിക സംഭവമായിരുന്നില്ല. നിന്റെ ജനനത്തിൻ്റെ കൃത്യസമയം നിർണയിച്ച ഞാൻ ഭൂമിയിൽ നീ എവിടെ ജീവിക്കണം എന്ന് തീരുമാനിച്ചു. അമ്മയുടെ ഉദരത്തിൽ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിക്കപ്പെട്ട നീ തക്ക സമയത്ത് ഭൂമിയിൽ പിറന്നു വീണത് എൻ്റെ നിർണയപ്രകാരമായിരുന്നു. ഞാൻ സ്നേഹത്തിൻ്റെ മൂർത്തീഭാവമായ ഈ നിന്റെ പിതാവ് ആ സ്നേഹം നിന്നിൽ ചൊരിയുവാൻ എത്രമാത്രം കൊതിക്കുന്നു. ലോകത്തിൽ ഏതൊരു പിതാവിന് നൽകുവാൻ കഴിയാത്തതിലും അധികം സ്നേഹവാത്സല്യങ്ങൾ നിനക്ക് നൽകുവാൻ എനിക്ക് കഴിയും. കാരണം ഞാൻ മാത്രമാണ് സമ്പൂർണ്ണ പിതാവ്. നിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന എന്നിൽ നിന്നാണ് നീ എല്ലാ നല്ല ദാനങ്ങളും കൈക്കൊള്ളുന്നത്. നിന്റെ ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി എല്ലാം പ്രത്യാശാ നിർഭരമാണ്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമാണ് നിന്നെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങൾ. നിന്നെ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദത്താൽ നിറയുന്നു. നീ എൻ്റെ അമൂല്യ സമ്പത്താകിയാൽ നിനക്കെത്ര നന്മ ചെയ്താലും എനിക്ക് മതിയാകുകയില്ല. നിന്നെ അചഞ്ചലനായി ഉറപ്പിച്ചു നിർത്താൻ ഞാൻ എന്തുമാത്രം കൊതിക്കുന്നു. വലുതും ഭയങ്കരവുമായ കാര്യങ്ങൾ നിന്നെ കാണിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പൂർണ്ണ ഹൃദയത്തോട് നീ അന്വേഷിച്ചാൽ നിശ്ചയമായും എന്നെ കണ്ടെത്തും. എന്നിൽ തന്നെ പ്രമോദിച്ചു കൊള്ളുക. നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിപ്പിച്ചു തരാം. നിന്റെ എല്ലാ കഷ്ടതകളിലും ആശ്വാസം നൽകുന്ന, നിന്നെ ധൈര്യപ്പെടുത്തുന്ന പിതാവാണ് ഞാൻ. ഹൃദയം തകർന്നിരിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ട്. ഒരിടയൻ കുഞ്ഞാടിനെ മാറോട് ചേർത്തണയ്ക്കുന്ന പോലെ ഞാൻ നിന്നെ വഹിക്കുന്നു. ഒരു ദിവസം നിന്റെ കണ്ണിൽ നിന്ന് എന്നേക്കുമായി ഞാൻ കണ്ണുനീർ തുടച്ചു കളയും. ഈ ഭൂമിയിൽ നീ സഹിച്ച വേദനകളെല്ലാം അന്ന് മാറും. എൻ്റെ പുത്രനായ യേശുവിനെ ഞാൻ സ്നേഹിച്ചതുപോലെ നിന്റെ പിതാവായ ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു. നിന്നോടുള്ള എൻ്റെ സ്നേഹം യേശുവിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പുത്രനായ യേശു മാത്രമാണ് എന്നെ പൂർണ്ണമായ അളവിൽ പ്രതിനിധാനം ചെയ്യുന്നത്. ഞാൻ നിന്റെ ശത്രുവല്ല, മറിച്ച് മിത്രമാണ് എന്ന് കാണിക്കുവാനാണ് യേശു വന്നത്. നിന്റെ പാപങ്ങളെ ഞാൻ കണക്കിടുന്നില്ല എന്ന് അവൻ പറഞ്ഞില്ലേ? ഞാനും നീയും ഹൃദയംഗമായി അടുക്കുവാനാണ് യേശു മരിച്ചത്. അവൻ്റെ മരണം എനിക്ക് നിന്നോടുള്ള അതുല്യ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. നിന്റെ സ്നേഹം സമ്പാദിക്കുവാൻ ഞാൻ സ്നേഹിക്കുന്ന വിലപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ചതാണ്. എൻ്റെ പുത്രനെന്ന ദാനം നീ സ്വീകരിക്കുമ്പോൾ എന്നെയാണ് നീ സ്വീകരിക്കുന്നത്. എൻ്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ ഇനി ആർക്കും വേർപിരിക്കാനാകില്ല. എൻ്റെ ഭവനത്തിലേക്ക് വരൂ. സ്വർഗം കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിരുന്ന് നിനക്കായി ഒരുക്കിയിരിക്കുന്നു. ഞാൻ എന്നും ഈ വിധത്തിലുള്ള ഒരു പിതാവായിരുന്നു. ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നീ എൻ്റെ മകനായി തീരുമോ?
ഇതാണ് എൻ്റെ ചോദ്യം. കുഞ്ഞെ, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. സ്നേഹനിധിയായ നിന്റെ പിതാവ്, സർവശക്തനായ ദൈവം. ഇതേപ്പറ്റി ഓർക്കുക. നിങ്ങൾ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസം നിങ്ങൾക്കായി ആശംസിക്കുന്നു.